ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിപ്പിണ്ടിയും മുതിരയും വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അതിന് നമുക്ക് നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഉണ്ണിപ്പിണ്ടിയുടെ ഒരുപാട് നമുക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഉണ്ണിപ്പിണ്ടിയും മുതിരയും വെച്ചിട്ടുള്ളൊരു വിഭവമാണെന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ണിപ്പിണ്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ പോയി ഉണ്ണിപ്പിണ്ടി മുറിച്ചെടുക്കാം. നമ്മളൊരു വലിയ 2 പീസാണ് എടുക്കുന്നത്. അത് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ 2 പീസ് തന്നെ കിട്ടി, വലിയ ഉണ്ണിപ്പിണ്ടി തന്നെ കിട്ടി. അപ്പോൾ ഇത് ആദ്യം പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്തെങ്കിലുമൊക്കെ കറിയും ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊളിക്കുന്ന സമയത്ത് മണ്ണിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പോൾ നന്നായി വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇതേമാതിരി റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ ചെറിയ നൂലുണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല തെങ്ങിൻ്റെ ഈർക്കില എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. നമ്മൾ ചക്കര മുളഞ്ഞൊക്കെ കളഞ്ഞാൽ ചെറുതായിട്ട് ചുറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതേമാതിരി നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഏകദേശം അരിയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് മുതിരയുടെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് മുതിര ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കതിനെ കുറച്ച് നേരം ആറാൻ വെച്ച ശേഷം അതിനെ നമുക്ക് കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിൽ മാറ്റിയിട്ട് നമുക്കതിനെ കുറച്ച് നേരം മുതിര വേവാനുള്ള സമയം നമുക്ക് വേവിച്ചെടുക്കാം. മുതിര വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ കല്ലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കഴുകിയതിന് ശേഷം ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. കല്ല് പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കുകയാണ്. അങ്ങനെ മുതിര കഴുകിയിട്ട് നമ്മൾ അരിച്ചെടുത്തു. എന്നിട്ട് നമ്മളത് കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ അടച്ചിട്ട് നമുക്ക് വിസിൽ വെച്ചിട്ട് അതിൽ വേവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉണ്ണിപ്പിണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ട് അതിൽ കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്കതൊരു ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് മാറ്റി നമുക്കത് വേവിച്ചിടാം. അത് വേവിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. അത്യാവശ്യത്തിന് അത് വേവാൻ വേണ്ട ഒരു അളവിലുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, അത്യാവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തീ കത്തിച്ചിട്ട് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിപ്പിണ്ടി നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയുടെയും എല്ലാത്തിൻ്റെയും. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമ്മൾ മുതിര വെന്തിട്ട് മാറ്റി വെച്ച് വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം മാറ്റിയിട്ട് അതിൻ്റെ മുതിര നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുതിര നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഓൾറെഡി വെന്ത് കിടക്കുന്ന സാധനമാണ്. രണ്ടും വെന്തിട്ടുണ്ട്, മുതിരയും വെന്തിട്ടുണ്ട്, ഉണ്ണിപ്പിണ്ടിയും വെന്തിട്ടുണ്ട്. എന്നാലും അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ ഒന്നും കൂടി തിളച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ വെള്ളം വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് വെള്ളം വറ്റണ വരെയും വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ അതിലൊരു വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വാങ്ങി വെച്ചു. ഇനി ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചൂടായി വരുന്നേ ഉള്ളൂ.
ചൂടായി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ട് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ കൂടുതൽ നമ്മൾ ഫ്ലേവറൊന്നും ആഡ് ചെയ്യുന്നില്ല. കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കറിവേപ്പിൻ്റെയും വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ണിപ്പിണ്ടിയുടെയും മുതിരയുടെയും മിക്സാക്കി വെച്ച സാധനം നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അടിയിൽ പിടിക്കരുത്. ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും നമ്മളതിൽ മാറ്റിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം നേരം ഇത് വെച്ചിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഡ്രൈ ആയി. നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ഡിഷാണ്. നമ്മുടെ വയറിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരം തരുന്ന ഒരു വിഭവമാണ്. തികച്ചും യാതൊരുവിധ നമ്മൾ മസാലക്കൂട്ടോ ഒന്നുമില്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. വീട്ടിലൊക്കെ വാഴയുണ്ടെങ്കിൽ വാഴക്കൊല വെട്ടിക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ഉണ്ണിപ്പിണ്ടി എടുത്തിട്ട് നമുക്കിതേപോലെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. താങ്ക് യു.